കഴിഞ്ഞ 1-2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ഈ വീടിന്റെ വിശേഷങ്ങളാണ്. ശ്രുതി തമ്പിയുടെ വീട്. ശ്രുതി തമ്പിയെ ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ നിറ സാന്നിധ്യ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വിദേശത്തൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാം. ടിക്ടോക്കിലൊക്കെ നിറ സാന്നിധ്യമാണ്. സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചു. ടോട്ടൽ എക്സ്പെൻസ് 1.25 കോടി രൂപ. പിന്നെ ഒരു ഭംഗിക്ക് ഒരു കാറും വാങ്ങിച്ചു 25 ലക്ഷം രൂപയുടെ. ടോട്ടൽ 1.5 കോടി രൂപ. നല്ല വീടല്ലേ? ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സമ്പാദിക്കണം. അല്ലാതെ 10, 15, 20 വർഷം ഗൾഫിൽ നിന്ന് മാറാരോഗ്യായി നിത്യരോഗിയായി തിരിച്ച് നാട്ടിൽ വന്ന നാട്ടിലും 10 പൈസന്റെ സമ്പാദ്യമല്ല, വീടുമില്ല, കുടുംബമില്ല, പഴയ കടങ്ങളൊക്കെ മാറി പുതിയ കടങ്ങൾ. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ഇതാവുമ്പോ സ്വപ്നതുല്യമായ നേട്ടം കൈവരിച്ച് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ്. അതിന് ചില്ലറ ഭാഗ്യമൊന്നും പോരാ, കഴിവും പ്രാപ്തിയും തന്റേടും വേണം. 10, 15, 20 വർഷം ഗൾഫിൽ നിന്നിട്ട് ഒന്നും സമ്പാദിക്കാൻ പറ്റാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ എന്നല്ല, ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ്. ഗൾഫ് കൊണ്ട് രക്ഷപ്പെടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾ മാത്രം, ചെറിയൊരു ശതമാനം മാത്രം. ബാക്കിയുള്ള ആളുകളൊക്കെ പഴയ കടങ്ങളൊക്കെ വീടി പുതിയ കടങ്ങളാവും. അതിനൊരു മാറ്റം സാധാരണഗതിയിൽ സംഭവിക്കാറില്ല. ശ്രുതി തമ്പി ഗൾഫിൽ പോയി ദുബായിൽ പോയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, കുറഞ്ഞ വർഷങ്ങൾ, 4-5 വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത സമ്പാദ്യമാണത്, നേടിയെടുത്ത സമ്പത്താണത്. ഇപ്പൊ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി. ഗൾഫ് അങ്ങനെയാണ്. കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് വാരിക്കോരി കൊടുക്കും. അല്ലാത്തവർ 10, 15, 20 വർഷം ഗൾഫിൽ നിന്നിട്ടും മാറാരോഗങ്ങളുമായിട്ട് നാട്ടിലേക്ക് വരും. നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീടും ഉണ്ടാവില്ല, കുടുംബവും ഉണ്ടാവില്ല, എണീറ്റ് നടക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. അങ്ങനെയാണ് ചിലര്. ഒരു പെണ്ണായാൽ ഇങ്ങനെ വേണം. സ്വപ്നതുല്യമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചത് വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്ന കണ്ട്. എന്തായാലും 4-5 വർഷം കൊണ്ടൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എന്തൊക്കെ ബിസിനസ്സുകൾ ചെയ്യാൻ വേണ്ടി വരും. റിയൽ എസ്റ്റേറ്റോ സ്ഥല കച്ചവടോ അങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന കേൾക്കുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. 10, 15, 20 വർഷം കൊണ്ട് കഷ്ടപ്പെട്ടിട്ടും എവിടെ എത്താതെ ആയ ആളുകളാണ് പ്രവാസികളിൽ ഭൂരിഭാഗവും. വല്ലാത്ത ജാതിയില്ലേ.